എന്തായാലും നന്നായി. ചിട്ടകളൊക്കെ അനുസരിച്ച് മല ചവിട്ടുന്നത് തന്നെയാ അതിന്റെ ശരി. അതെ. മനുഷ്യൻ അവന്റെ ആഡംബരങ്ങളിൽ നിന്നും അഹങ്കാരങ്ങളിൽ നിന്നും ഇറങ്ങി താഴെത്തട്ടിലേക്ക് വരാനുള്ള ക്രമങ്ങളാണ് ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതെല്ലാം മനസ്സിൽ നിന്നൊഴിഞ്ഞ് മല ചവിട്ടി തിരിച്ചു വരുമ്പോഴേക്കും ശുദ്ധ മനസ്സായിട്ടുണ്ടാവും. കാരണവന്മാരെ വെറുതെ ഒന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. ആരാ ഇവർക്ക് ഭക്ഷണം കൊടുക്കാണ്ടിരുന്നേ? അവിടെ ഇരിക്ക്. അവിടെ ഇരിക്ക്. കഴിക്ക്. നീ എന്നാടാ ഇവിടെ ഉള്ളവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്? അത് പിന്നെ മാഡം ഞാൻ ഇങ്ങനെ. അതെ, ഗുരുസ്വാമിയാ. കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ അർഹതയും ഗുരുസ്വാമിക്കുണ്ട്. അതിനെക്കുറിച്ചൊന്നും സംസാരം വേണ്ട. ശരി, അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഇവിടെ എന്റെ മക്കൾക്ക് ഭക്ഷണം നിഷേധിച്ചല്ലോ. സ്വാമിക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഭക്ഷണം നിഷേധിച്ചൊന്നുമല്ല മാഡം, ഒപ്പം ഇരുന്ന് കഴിക്കാൻ സൂര്യ സാർ പറഞ്ഞതാ. അവര് തറയിരുന്ന് കഴിക്കണം. നീ ആണോടി ഇതൊക്കെ നിശ്ചയിക്കുന്നത്? അതെ, നന്ദിനി അല്ല, ഞാനാ നിശ്ചയിച്ചത്. ഒന്നുകിൽ കൂടെ ഇരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ച് കഴിയുന്നവരെ കാത്തിരിക്കണം. ഇത് രണ്ടും പറ്റില്ല എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അവരത് കേട്ടില്ല. പത്മ, ഇതെന്തിനാ ഒരു പ്രശ്നമാക്കുന്നത്? അവരിപ്പോ കഴിച്ചെഴുന്നേക്കുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കഴിച്ചൂടെ? അങ്ങനെ ആരുടെയെങ്കിലും ദാനത്തിന് കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്റെ മക്കൾക്ക്? അടുക്കളക്കാരൻ പോലും ഭക്ഷണം കഴിച്ചിട്ട് വേണം വീട്ടിലുള്ളവർക്ക് വിളമ്പുന്നത് അല്ലേ? എന്തെങ്കിലും ചോദിച്ചാ സ്വാമിയാണ്, ഗുരുസ്വാമിയാണ് എന്നൊക്കെ പറഞ്ഞൊരു ന്യായം. ഇവള് ഒരൊറ്റ ഒരുത്തിയാ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്.